28 വയസ്സ്, ബോത്ത് ഐ ടി കപ്പിളാണ്, വജാനിസ്മസ് ആങ്സൈറ്റി. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നമ്മൾ പ്രൊസീജിയർ ചെയ്യണ സമയത്ത് അനസ്തീഷ്യയിൽ നോക്കിയപ്പോൾ യൂറിത്ര എന്ന് പറയുന്നത് യൂറിൻ പോകുന്നത് വജാനയുടെ തൊട്ട് മുകളിലുള്ള ഹോളില്ലേ, അത് വലുതായിട്ടിരിക്കണം. നമ്മൾ അനസ്തീഷ്യയിൽ നോക്കിയപ്പോഴാണ് ക്ലിയർ ആയിട്ട് കണ്ടത്. പിന്നെ വജാനയുടെ അകത്ത് നമ്മൾ ഈ ഹൈമനക്ടമി ചെയ്ത ഉള്ളിൽ പരിശോധിച്ചപ്പോൾ ഈ യൂറിത്രയുടെ ആ ആൻറ്റീരിയർ വജാനൽ വാൾ ഇങ്ങനെ സാഗിങ്. അപ്പോൾ ഇതെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്പിൾ സ്കാർസ് പുറത്ത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു പുറത്ത് സ്കാർസ് ഉള്ളത്. ഇവർക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വജാനയുടെ ഹോള് ചെറുതായതുകൊണ്ട് ഇവർ പെനിട്രേഷന് ട്രൈ ചെയ്തിരുന്നപ്പോൾ ഇവർ യൂറിത്രൽ പെനിട്രേഷൻ അപ്പോൾ അത് ഗ്രാജുവലി അത് ഡയലേറ്റ് ചെയ്തെന്ന് തോന്നുന്നു. സാധനം ഭയങ്കര സ്മോൾ, അതെങ്ങനെ സംഭവിച്ചു എന്ന് അറിഞ്ഞൂടാ. ബട്ട് അവരുടെ യൂറിത്ര വലുതായിരുന്നു, ബ്ലാഡറിൻ്റെ അതിലേക്കുള്ള യൂറിത്ര ഇങ്ങനെ സാഗിങ് ആയിരുന്നു. അപ്പോൾ ഇതത്ര കോമൺ അല്ല കേട്ടോ. അപ്പം അവർ റോങ് ഹോളിൽ പെനിട്രേഷൻ നടന്ന് ഇഞ്ചുറി ഉണ്ടായി. അപ്പോൾ അവിടെയൊക്കെ ഹീൽ ചെയ്തിട്ടുണ്ട് പല പല ബ്രാൻഡ്സ്. സോ അത് നല്ല പെയിൻ ഉണ്ടായി കാണുമായിരിക്കും. അതാണ് ആലോചിക്കാൻ കൂടി പറ്റില്ല. ബിക്കോസ് ഇത് ഭയങ്കര ഡെയിലി യൂസ് ചെയ്യേണ്ട ഇതല്ലേ എന്ന് വെച്ചാൽ. പക്ഷേ എങ്ങനെയാണോ എനിവേ സംഭവിച്ചു. ഇവരുടെ പിന്നെ പ്രൊസീജിയറും സെക്സ് എഡ്യൂക്കേഷനും സംഭവങ്ങളും ഒക്കെ ഇവർക്ക് പിന്നെ കുറച്ച് മറ്റേ മൾട്ടിപ്പിൾ ഇതും ഒക്കെ ചെയ്ത് ആങ്സൈറ്റി മാനേജ്മെന്റ് വിത്ത് CBT ഒക്കെ എഴുതിയിട്ടുണ്ട്. എനിവേസ് ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള വജൈനിസ്മസ് കേസസിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്യേണ്ടി വന്ന കേസ്? പ്രൊസീജിയർ എല്ലാം ഷോർട്ട് തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആക്ച്വലി ഇത് കറക്റ്റ് ചെയ്യാനായിട്ടൊരു അനസ്തീഷ്യയിൽ ചെയ്യുന്നതിനൊരു 10 minutes ഒക്കെ ഉള്ളൂ. പ്രൊസീജിയർ സിമ്പിളാ. പിന്നെ ചിലവർക്ക് ബോട്ടോക്സ് കുത്തും, അതും ഒരു എക്സ്ട്രാ 5 minutes. മൊത്തം 10 minutes എന്ന് വെച്ചാൽ അനസ്തീഷ്യ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ഭയങ്കര സിമ്പിളാണ്. സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ 3 months കൊടുക്കണം. പിന്നെ കുറേ പേഷ്യൻ്റ് ഇത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയവരുണ്ട്. ഞാൻ കുറേ ചാർട്ട് എടുത്ത് വെച്ചാൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ചിലവരൊക്കെ ഇമ്മീഡിയറ്റ്ലി പ്രഗ്നൻ്റ് ആയി. അതുകൊണ്ട് കുറേ കേസസ് ഉണ്ട്. അപ്പം നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ അറിഞ്ഞ് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. അതായത് ജസ്റ്റ് വേദന കറക്ഷൻ അല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഐ ബിലീവ് ദാറ്റ് ഇത് അധികം സ്ഥലത്ത് ഈ ട്രീറ്റ്മെൻറ്റ് ഇല്ല. വേൾഡ് വൈഡ് എടുത്താൽ തന്നെ ഈ വജൈനിസ്മസിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു എൻകറേജ് ദാറ്റ്. കാരണം നമുക്ക് ഈ കുറേ കപ്പിൾ ഇപ്പോൾ അത് കാരണം സെപ്പറേറ്റഡ് ഡിവോഴ്സ് ആവുന്നു, അല്ലെങ്കിൽ ആങ്സൈറ്റി, കുട്ടികളുണ്ടാവുന്നില്ല, അവരുടെ സെക്സ് ശരിയായില്ലെങ്കിൽ അവരുടെ ഫാമിലി ആകെ കൊളാവുന്നു. അപ്പോൾ ഇറ്റ്സ് വർത്ത്, ഐ എം വെരി ഹാപ്പി ട്രീറ്റിംഗ് ദാറ്റ്. വേറെ ഒരു കണ്ടീഷന്മാരല്ല, ഈ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ദേ ഗെറ്റ് ബെറ്റർ.